نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الإخوان والأخوات أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ഏറ്റവും സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ വിധിവിലക്കുകൾക്കനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കണമേ എന്ന് ആദ്യമേ എന്നോടും തുടർന്ന് നിങ്ങളോടും വളരെ ആത്മാർത്ഥമായി ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ചയുടെ ചിത്രമല്ല ഇന്ന് കേരളത്തിൻ്റേത്. മനുഷ്യഹൃദയങ്ങളെ ഭയപ്പെടുത്തുന്ന ദുരന്ത വാർത്തയാണ് ചൊവ്വാഴ്ച രാവിലെ മുതൽ കേരളത്തിലെ ജനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. വയനാട് ജില്ലയിലെ ചൂരൽമല, മുണ്ടക്കൈ എന്നീ പ്രദേശങ്ങളിൽ സംഭവിച്ച ഉരുൾപൊട്ടലിൽ നൂറുകണക്കിന് ആളുകൾക്കാണ് ജീവൻ നഷ്ടമായത്. അപകടങ്ങളൊക്കെ പറ്റി ചികിത്സയിൽ കഴിയുന്ന ധാരാളം രോഗികളും മനുഷ്യരും ധാരാളമാണ്. വീടും സമ്പത്തുമെല്ലാം നിമിഷ നേരം കൊണ്ട് നഷ്ടപ്പെട്ട മനുഷ്യരെയാണ് നാം ആ പ്രദേശങ്ങളിലെ വാർത്തകളിലൂടെ നമ്മൾ നേർചിത്രങ്ങളായി കണ്ടത്. അള്ളാഹു എല്ലാവർക്കും ക്ഷമയും സഹനവും നൽകി അനുഗ്രഹിക്കട്ടെ. ഈ വലിയ ദുരന്തത്തിൽ നിന്ന് എത്രയും വേഗം കരകയറി സാധാരണ ജീവിതത്തിലേക്ക് പ്രവേശിക്കാനുള്ള തൗഫീക്ക് അല്ലാഹു തആല അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിശക്തമായ മഴയെ തുടർന്നായിരുന്നു മേൽപ്രദേശങ്ങളിൽ ഉരുൾപൊട്ടലുണ്ടായത്. ഈ സമയത്തൊക്കെ ആളുകൾ പറയാറുള്ളത്, നശിച്ച മഴ, ഒടുക്കത്തെ മഴ, അങ്ങനെയൊന്നും പറഞ്ഞു പോകരുത്. അതൊന്നും ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും പറയാൻ പാടില്ലാത്ത വാക്കുകളാണ്. കാരണം മഴയെ അയക്കുന്നവൻ, മഴയ്ക്ക് കാരണക്കാരൻ റബ്ബാണ്. മഴ റബ്ബിൻ്റെ അനുഗ്രഹമാണ്. എന്നാൽ ഒരു വേള അത് ശക്തമായ പരീക്ഷണമോ ശിക്ഷയോ ആയി പെയ്തിറങ്ങിയേക്കാം. വെള്ളം വന്നത് ഇല്ലെങ്കിൽ അതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് വരൾച്ചയാണ്, ഉണ്ടെങ്കിൽ അതുകൊണ്ടുള്ള പ്രയാസം പ്രളയമാണ്. ഇത് രണ്ടും പരീക്ഷണങ്ങളാണ്. ആ പരീക്ഷണങ്ങളെ പരീക്ഷണങ്ങളായി കാണാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. ഇങ്ങനെയുള്ള ദുരന്തങ്ങളൊക്കെ കാണുമ്പോൾ ഈ വിപത്തിൽ നിന്ന് രക്ഷപ്പെടാനും ഇത് വലിയ പരീക്ഷണമായി മനസ്സിൽ വിചാരിച്ച് കൂടുതൽ തഖ്വയോടുകൂടി ജീവിക്കാനും നമ്മൾ ആലോചിക്കുകയും ചിന്തിക്കുകയും വേണം. ഇത്തരം പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ജീവിക്കേണ്ടവരാണ് സത്യവിശ്വാസികൾ. മനുഷ്യൻ എത്രമാത്രം അഹങ്കരിച്ചാലും അവൻ്റെ നിസ്സഹായതയും ദുർബലതയും വെളിപ്പെടുത്തുന്ന നിമിഷങ്ങളാണ് കടന്നു പോകുന്നത്. എനിക്കത് വരില്ല, എൻ്റെ പ്രദേശത്തത് സംഭവിക്കില്ല എന്ന് ധൈര്യത്തോടുകൂടി വിചാരിച്ചു താമസിച്ചവരാണ് ചൊവ്വാഴ്ച രാവിലെ കുടുംബവും വീടും
കൂട്ടുകാരും വീട്ടുകാരും നഷ്ടപ്പെട്ട് വെറും കൈയോടുകൂടി മലക്ക് മുകളിൽ കാത്തുനിന്ന് അടുത്തതെങ്ങനെ രക്ഷപ്പെടുമെന്ന് ചിന്തിക്കുന്നത്. ഇതേ ഒരവസ്ഥ നമുക്ക് വരില്ലെന്ന് പറയാൻ സാധിക്കുകയില്ല. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അവൻ്റെ കരങ്ങൾ അവനറിയാതെ റബ്ബിലേക്ക് ഉയർന്നു പോകുന്ന വലിയ പരീക്ഷണങ്ങളാണ് ഓരോ സ്ഥലത്തും സംഭവിക്കുമ്പോൾ അവർക്ക് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. യുരീദുല്ലാഹു അൻ യുഖഫഫ അൻകും വഖുലികൽ ഇൻസാനു ളഈഫ. മനുഷ്യനെ ദുർബലനായി കൊണ്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്. എന്നാൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ കുമിഞ്ഞുകൂടുമ്പോൾ, വലിയ അനുഗ്രഹത്തിലാകുമ്പോൾ, ആരോഗ്യമുണ്ടാകുമ്പോൾ, സമ്പത്തുണ്ടാകുമ്പോൾ, ജീവിതത്തിൽ എന്തൊക്കെയോ ഉണ്ടാകുമ്പോൾ ഞാൻ വലിയവനാണെന്നും എനിക്കിത് മതിയെന്നും എനിക്ക് പ്രശ്നങ്ങൾ വന്നാൽ തീർക്കാൻ ഞാൻ മതിയെന്നും വിചാരിക്കുന്ന അഹങ്കാരത്തിലേക്ക് മനുഷ്യരിൽ ഭൂരിപക്ഷം എത്തിച്ചേരുന്നു എന്നത് സങ്കടകരമാണ്. യാ അയ്യുഹന്നാസ്, ഹേ ജനങ്ങളെ, അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിലേക്ക് ആശ്രിതന്മാരാകുന്നു. ഒരു നിമിഷം പോലും അല്ലാഹുവിനെ ആശ്രയിക്കാതെ ജീവിക്കാൻ ഒരാൾക്കും ഇവിടെ സാധിക്കുകയില്ല. അതുകൊണ്ട് വിനയപ്പെട്ട് ജീവിക്കുകയല്ലാതെ നമുക്ക് രക്ഷയില്ല. വല്ലാഹു ഹുവൽ ഗനിയ്യുൽ ഹമീദ്. അല്ലാഹു ആകട്ടെ സ്വയം പര്യാപ്തനാണ്, സ്തുത്യർഹനുമാകുന്നു. എല്ലാ അപകടങ്ങളിൽ നിന്നും കാത്തുരക്ഷിക്കുന്നവൻ അല്ലാഹു മാത്രമാണെന്ന് ഉറച്ചു വിശ്വസിക്കാൻ നമുക്ക് സാധിക്കണം. പ്രഭാതവേളയും രാത്രി കിടന്നുറങ്ങുമ്പോഴും കടന്നു വരാവുന്ന ശിക്ഷകളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു അവതരിപ്പിച്ച വചനങ്ങൾ നമുക്ക് ഏറെ ചിന്തിപ്പിക്കുന്നതാണ്. വലൗ അന്നാ അഹ്ലുൽ ഖുറാ ആമനൂ വത്തഖൗ ലഫതഹ്നാ അലൈഹിം ബറകാത്തിൻ മിനസ് സമാഇ വൽ അർള് വലാകിൻ കദ്ദബൂ ഫഅഖദ്നാഹും ബിമാ കാനൂ യക്സിബൂൻ. ആ നാടുകളിലുള്ളവർ വിശ്വസിക്കുകയും സൂക്ഷ്മത പാലിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും അവർക്ക് അല്ലാഹു അനുഗ്രഹങ്ങൾ തുറന്നു കൊടുക്കുമായിരുന്നു. പക്ഷേ അവർ നിഷേധിച്ച് തള്ളുകയാണ് ചെയ്തത്. അപ്പോൾ അവർ ചെയ്തു വച്ചതിൻ്റെ ഫലമായി നാം അവരെ പിടികൂടി. ഒരു നാടിനെ നശിപ്പിച്ച ചരിത്രം പറയുന്നതിൻ്റെ ഇടക്കാണ് അല്ലാഹു തആല ഈ ഒരു തത്വത്തെക്കുറിച്ച് പറയുന്നത്. എങ്ങനെയാണ് ഇങ്ങനെയുള്ള ദുരന്തങ്ങളിൽ നിന്നും ഒരാൾക്ക് രക്ഷപ്പെടാൻ കഴിയുക, അല്ലെങ്കിൽ ഒരു നാടിന് രക്ഷപ്പെടാൻ കഴിയുക? അവിടെ വിശ്വാസികൾ അധികമാവുക, അവർ തഖ്വ പാലിച്ച് ജീവിക്കുക. അതുമാത്രമേ ദുരന്തങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ മാർഗമുള്ളൂ. അഫഅമിനാഹുൽ ഖുറാ അയ്യഅതിയഹും ബഅസുനാ ബയാതൻ വഹും നായിമൂൻ. എന്നാൽ ആ നാടുകളിൽ അവർ രാത്രിയിൽ ഉറങ്ങിക്കൊണ്ടിരിക്കെ നമ്മുടെ ശിക്ഷ വന്നെത്തുന്നതിനെ പറ്റി അവർ നിർഭയരായിരിക്കുകയാണ്. ഉറങ്ങിക്കിടക്കുമ്പോൾ അറിയാതെ വരുന്ന ശിക്ഷകൾ ധാരാളം സമുദായങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട്. അവർ ആ നാടുകളിലുള്ളവർക്ക് അവർ പകൽ സമയത്ത് കളിച്ചു നടക്കുന്നതിനിടയിൽ നമ്മുടെ ശിക്ഷ വന്നെത്തുന്നതിനെ പറ്റിയും അവർ നിർഭയരായിരിക്കുകയാണോ? ഈ പരീക്ഷണങ്ങൾ വരുമ്പോൾ അത് ഒരു വിഭാഗത്തിൻ്റെ ശിക്ഷയായിരിക്കും, ഒരു വിഭാഗത്തിൻ്റെ പരീക്ഷണമായിരിക്കും. എങ്ങനെ ഈ ഒരു കാര്യത്തോട് നേരിടുന്നു, എത്രത്തോളം ക്ഷമയുണ്ട്, എത്രത്തോളം സഹനമുണ്ട്, ദൈവവിശ്വാസം കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ എന്തൊക്കെ നോക്കാനുള്ള പരീക്ഷണമാണ്. നമുക്കും ഇത് പരീക്ഷണമാണ്. നമ്മുടെ ജീവിതത്തിലും വലിയ പരീക്ഷണമാണ് വന്നിട്ടുള്ളത്. ഒരു രോഗിയാണെങ്കിലും ഒരു ദുരിതമനുഭവിക്കുന്നവനാണെങ്കിലും അവൻ ചിലപ്പോൾ അത് ഉൾക്കൊണ്ടെന്ന് വരും. അവരെ ശുശ്രൂഷിക്കേണ്ടവർ, അവരെ സഹായിക്കേണ്ടവർ, അവർക്കാണ് വലിയ പരീക്ഷണം. രോഗിക്കല്ല പരീക്ഷണം, രോഗിയെ നോക്കുന്ന ആൾക്കാണ് ആ രോഗത്തിൻ്റെ പരീക്ഷണം കൂടുതൽ അനുഭവിക്കേണ്ടി വരിക. ക്ഷമയോടുകൂടി സഹനത്തോടുകൂടി സഹായിക്കാനും സഹകരിക്കാനും ഒപ്പം നിൽക്കാനും നമുക്ക് സാധിക്കണം. റബ്ബിലേക്ക് ഖേദിച്ചു മടങ്ങാനുള്ള അവസരങ്ങളാണ് പരീക്ഷണ വേളകൾ. വബലൗനാഹും ബിൽഹസനാതി വസ്സയ്യിആത് ലഅല്ലഹും യർജിഊൻ. അവർ മടങ്ങേണ്ടതിനായി നാം അവരെ നന്മകൾ കൊണ്ടും തിന്മകൾ കൊണ്ടും പരീക്ഷിക്കുകയുണ്ടായി. ധാരാളം നന്മ കൊടുത്ത് ബർക്കത്ത് കൊടുത്ത് പരീക്ഷിക്കും. നന്നാവുന്നില്ലെന്ന് വിചാരിച്ചാൽ ആ സമയത്ത് തിന്മ കൊണ്ട് പരീക്ഷിക്കും. പരീക്ഷണങ്ങൾ ഉണ്ടാവുമെന്നും അത് അല്ലാഹുവിലേക്ക് മടങ്ങാനുള്ള അവസരമാണെന്നും നമുക്ക് അല്ലാഹു തആല ഈ വാചനത്തിലൂടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് പരീക്ഷണങ്ങൾ വരിക എന്നത് അല്ലാഹുവിൻ്റെ ഒരു ഓർമ്മപ്പെടുത്തലാണ് എന്ന് തിരിച്ചറിയണം. പരീക്ഷണങ്ങൾ പല വിധേന കടന്നു വരും. ഒരു വിപത്ത് ബാധിച്ചാൽ വിശ്വാസി കൈക്കൊള്ളേണ്ടുന്ന സമീപനം എന്താണെന്ന്
സൂറത്തുൽ ബഖറയിൽ അല്ലാഹു തആല തെര്യപ്പെടുത്തുന്നുണ്ട്, വലനബിലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സ്വാബിരീൻ. കുറച്ചൊക്കെ ഭയം കൊണ്ട് പരീക്ഷിക്കും, പട്ടിണി കൊണ്ട് പരീക്ഷിക്കും, ധനനഷ്ടം കൊണ്ട് പരീക്ഷിക്കും, ജീവനഷ്ടം കൊണ്ട് പരീക്ഷിക്കും, വിഭവനഷ്ടം കൊണ്ട് പരീക്ഷിക്കും. ഇതുകൊണ്ടൊക്കെ പരീക്ഷിക്കും. അത്തരം സന്ദർഭങ്ങളിൽ ആർക്കാണ് സന്തോഷ വാർത്തയുള്ളത്? വബശ്ശിരിസ് സ്വാബിരീൻ, ക്ഷമിക്കുന്നവർക്ക് അങ്ങേയറ്റത്തെ പ്രതിഫലമുണ്ട്. അല്ലദീന ഇദാ അസ്വാബതുഹും മുസീബത്തുൻ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. തങ്ങൾക്ക് വല്ല ആപത്തും ബാധിച്ചാൽ അവർ ആ ക്ഷമാശീലർ പറയും, ഞങ്ങൾ അള്ളാഹുവിൻ്റെ അധീനത്തിലാണ്, അവങ്കലേക്ക് തന്നെ മടങ്ങേണ്ടവരുമാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അതാണ് ദുരന്തം കേൾക്കുമ്പോൾ നമ്മൾ പറയേണ്ട വാചകം. ഉലൈക അലൈഹിം സ്വലവാത്തും മിർ റബ്ബിഹിം വറഹ്മ വഉലൈക ഹുമുൽ മുഹ്തദൂൻ. അവർക്കത്രേ തങ്ങളുടെ രക്ഷിതാവിൽ നിന്നുള്ള അനുഗ്രഹവും കാരുണ്യവും ലഭിക്കുന്നത്. അവരത്രേ സന്മാർഗം പ്രാപിച്ചവർ. വഇന്നാ ലില്ലാഹി വഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് ദുരന്തമുഖം കാണുമ്പോൾ പറയുന്ന ആളുകൾക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹമുണ്ടാകും, കാരുണ്യമുണ്ടാകും, അവർക്ക് സന്മാർഗം അള്ളാഹു വർദ്ധിപ്പിച്ചു തരും. ഇതൊക്കെയാണ് പരീക്ഷണങ്ങൾ കാണുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്. സത്യവിശ്വാസിയെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്താ? ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അജബൻ ലിഅംരിൽ മുഅ്മിൻ, മുഅ്മിനിന്റെ കാര്യം അത്ഭുതകരമാണ്. ഇന്ന അംറഹു കുല്ലുഹു ലഹു ഖൈർ, അവന് എല്ലാ കാര്യവും നല്ലതിനാണ്, അവന് സംഭവിച്ചതൊക്കെ നന്മക്ക് വേണ്ടിയാണ്. വലൈസ ദാലിക ലിഅഹദിൻ ഇല്ലൽ മുഅ്മിൻ, മുഅ്മിനിനല്ലാതെ അതിൻ്റെ ഗുണം ലഭിക്കുകയില്ല. ഒരാൾ വിട്ടുപോയാൽ, ജീവനഷ്ടമുണ്ടായാൽ, ഭയമുണ്ടായാൽ, ദുഃഖമുണ്ടായാൽ, തീരാനഷ്ടമായി സമ്പത്ത് മുഴുവൻ ഒലിച്ചു പോയാൽ, മണ്ണിനടിയിലായാൽ അത് സത്യവിശ്വാസിക്ക് ഖൈറാണ്. എങ്ങനെ? അവനതിൽ ക്ഷമിക്കുമ്പോൾ ധാരാളം പ്രതിഫലം അവന് കിട്ടും. മകൻ മരിച്ചാൽ, ഭർത്താവ് മരിച്ചാൽ, ഉപ്പ മരിച്ചാൽ, ഉമ്മ മരിച്ചാൽ, ബോഡി തിരിച്ചു കിട്ടിയില്ലെങ്കിൽ അതൊക്കെ ക്ഷമിക്കുന്നവർക്ക് എൺപാടും പ്രതിഫലമായി നാളെ പരലോകത്തുണ്ടായിരിക്കും. നാളെ സ്വർഗത്തിൽ ബൈത്തുൽ ഹംദുണ്ട്. ബൈത്തുൽ ഹംദിന്റെ പ്രത്യേകത എന്താ? മകൻ മരിച്ചപ്പോൾ ഒരാൾ അൽഹംദുലില്ലാ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞാൽ അയാൾക്ക് ബൈത്തുൽ ഹംദിൽ പ്രവേശിക്കാമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ബുദ്ധിയുള്ളവർ പരീക്ഷണങ്ങൾ വരുമ്പോൾ ക്ഷമിക്കുകയാണ് വേണ്ടത്. ഇനി ധാരാളം നിഅമത്ത് വന്ന് സന്തോഷമുണ്ടായാൽ അവൻ നന്ദി കാണിക്കണം. ഫകാന ഖൈറുൽ ലഹു, അതവന് ഗുണകരമായിരിക്കും. അവന് ബുദ്ധിമുട്ടും പ്രയാസവും വന്നാൽ അവൻ ക്ഷമിക്കണം. ഫകാന ഖൈറുൽ ലഹു, അത് അവന് ഗുണകരമായിരിക്കും. ഇവിടുന്ന് തിരിച്ചു പോകുമ്പോൾ മരണത്തിൻ്റെ സമയത്ത് രണ്ട് പാഥേയങ്ങളാണ് കൊണ്ടുപോകേണ്ടത്. ഒന്ന്, ഇവിടെ പരീക്ഷണങ്ങൾ അനുഭവിച്ചതിൻ്റെ തീക്ഷ്ണമായ പരീക്ഷണത്തിന് നമ്മൾ ശേഖരിച്ച ക്ഷമയും, രണ്ട്, അമലുസ്വാലിഹാത്ത് ചെയ്ത് നമ്മൾ നേടിയെടുത്ത തഖ്വയും. ഈ രണ്ടെണ്ണം പാഥേയത്തിലുണ്ടെങ്കിൽ ആ ആത്മാവിന് നാളെ പരലോകത്ത് രക്ഷപ്പെട്ട ഹൃദയമായി തിരിച്ചു ചെല്ലാൻ സാധിക്കും. ദുരന്തങ്ങളിൽ അകപ്പെടുമ്പോൾ സൃഷ്ടാവിനെ പഠിക്കുകയും അവൻ്റെ കാരുണ്യത്തിൽ നിരാശരാവുകയും ചെയ്യുക എന്നത് ഒരിക്കലും വിശ്വാസിക്ക് ഭൂഷണമല്ല. മനുഷ്യ സ്വഭാവത്തെ പറ്റി ഖുർആനിൽ പറയുന്നുണ്ട്. ഫഅമ്മൽ ഇൻസാന ഇദാ മബ്തലാഹു റബ്ബുഹു ഫഅക്റമഹു വനഅമഹു വയഖൂലു റബ്ബി അക്രമൻ. എന്നാൽ മനുഷ്യൻ അവൻ്റെ രക്ഷിതാവ് അവനെ പരീക്ഷിക്കുകയും അങ്ങനെ അവനെ ആദരിക്കുകയും ചെയ്താൽ ആദരവ് ഒരു പരീക്ഷണമാണ്. ധനം ഉള്ളതൊരു പരീക്ഷണമാണ്. ഉരുൾപൊട്ടലില്ലാത്തതൊരു പരീക്ഷണമാണ്. ഭൂകമ്പമില്ലാത്തതും പ്രളയമില്ലാത്തതും ഒരു പരീക്ഷണമാണ്. കാരണം നമ്മളെ ആദരിക്കുകയാണ്. അങ്ങനെ ആദരിക്കുമ്പോൾ മനുഷ്യൻ പറയും, എന്നെ അള്ളാഹു ആദരിച്ചിരിക്കുന്നു, എനിക്ക് ആദരവ് ലഭിച്ചിരിക്കുന്നു, എൻ്റെ റബ്ബെന്നെ, എൻ്റെ രക്ഷിതാവെന്നെ ആദരിച്ചിരിക്കുന്നു. ഇനി അവരെ പരീക്ഷിക്കുക
പരീക്ഷിക്കുകയും അവൻ്റെ ഉപജീവനം ഇടുങ്ങിയതാക്കുകയും ചെയ്താൽ അവൻ പറയും, എന്നെ അപമാനിച്ചിരിക്കുന്നുവെന്ന്. മഅദല്ലാഹ്, അങ്ങനെ പറയുന്നവരുടെ കൂട്ടത്തിൽ നിന്നും അല്ലാഹു തആല നമ്മളെ കാത്തു രക്ഷിക്കുമാറാകട്ടെ. ഇത്തരം ദൃഷ്ടാന്തങ്ങളോ സമാനമായ പരീക്ഷണങ്ങളോ കടന്നു വരുമ്പോൾ അത് കാലക്കേടെന്നും ഭാഗ്യദോഷമെന്നും ഒന്നും പരിതപിക്കാതെ അത്തരം സംസാരങ്ങളൊന്നും വിശ്വാസിക്ക് ചേർന്നതെന്ന് മനസ്സിലാക്കി മൗനം പാലിക്കുകയും രക്ഷപ്പെടുത്തുകയും അവരെ സഹായിക്കുകയും ഇത് നമുക്ക് വന്നൊരു പരീക്ഷണമാണെന്ന കരുതലോടുകൂടി മുന്നോട്ട് പോവുകയും ചെയ്യണം. കാരണം എന്തു വിപത്ത് സംഭവിച്ചാലും അത് റബ്ബിന്റെ മുൻകൂട്ടിയുള്ള തീരുമാനമാണ്. ആ പർവ്വതമുണ്ടാക്കുന്നതിന് മുമ്പേ അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ട്. ഇന്ന ഡേറ്റിന് 2024 ജൂലൈ 30 അർദ്ധരാത്രി 1 മണി കഴിഞ്ഞ് അങ്ങനെ അവിടെ സംഭവിക്കണമെന്ന് ഇന്നു തീരുമാനിച്ചതല്ല. ഈ ആകാശലോകങ്ങൾ സൃഷ്ടിക്കുന്നതിൻ്റെ 50,000 കൊല്ലം മുമ്പ് തീരുമാനിച്ചിട്ടുണ്ട്. ഭൂമിയിലോ നിങ്ങളുടെ ദേഹങ്ങളിൽ തന്നെയോ യാതൊരു ആപത്തും ബാധിക്കുകയുണ്ടായിട്ടില്ല. അതിനെ നാം ഉണ്ടാക്കുന്നതിന് മുമ്പ് ഒരു രേഖയിൽ ഉൾപ്പെടുത്തിയിട്ടല്ലാതെ. തീർച്ചയായും അത് അല്ലാഹുവെ സംബന്ധിച്ചിടത്തോളം എളുപ്പമുള്ള കാര്യമാകുന്നു. ഇങ്ങനെ ചെയ്തത് നിങ്ങൾ നഷ്ടപ്പെട്ടതിൽ ദുഃഖിക്കാതിരിക്കാനാണ്, നഷ്ടപ്പെടുന്നതിൽ ദുഃഖിക്കാതിരിക്കാൻ. ചെറിയ ചെറിയ നഷ്ടങ്ങൾ വരുമ്പോൾ, ഈ വലിയ വലിയ മഹാദുരന്തങ്ങൾ ആലോചിക്കുമ്പോൾ എനിക്ക് ചെറിയ നഷ്ടങ്ങളാണ് വന്നത് എന്ന് ചിന്തിക്കാൻ വേണ്ടി, നിങ്ങൾക്ക് അവൻ നൽകിയതിൻ്റെ പേരിൽ നിങ്ങൾ പരിധി വിട്ട് ആഹ്ലാദിക്കാതിരിക്കുവാനും വേണ്ടിയാണ്. നിങ്ങൾക്ക് കിട്ടിയത് വലിയ ആഹ്ലാദമില്ലാതെ പലർക്കും പലതും നഷ്ടപ്പെടുത്തിയിട്ടും പലതും നഷ്ടപ്പെട്ടിട്ടും എൻ്റേത് നഷ്ടപ്പെടാതെ അല്ലാഹു തആല എന്നെ കാത്തു സംരക്ഷിച്ചു എന്ന നന്ദിയുടെ വാചകം പറയാനാണ് ഇത്തരം സംഭവങ്ങൾ നമ്മുടെ മുന്നിൽ കാണിച്ചു തരുന്നത്. അല്ലാഹു യാതൊരു അഹങ്കാരിയെയും ദുരഭിമാനിയെയും ഇഷ്ടപ്പെടുകയില്ല. ദുരഭിമാനിയെ അല്ലാഹുവിന് ഇഷ്ടമില്ല, അഹങ്കാരിയെ അല്ലാഹുവിന് ഇഷ്ടമില്ല. ഉരുൾപൊട്ടലിൽ മരണപ്പെട്ട വിശ്വാസികൾക്ക് വേണ്ടി നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ കഴിയണം. അല്ലാഹു അവർക്കെല്ലാം സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഷഹീദിന്റെ പ്രതിഫലമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. ലാ ഇലാഹ ഇല്ലല്ലാഹു അനുസരിച്ച് ജീവിച്ച ഏതൊക്കെ സത്യവിശ്വാസിയുണ്ടോ അവനൊക്കെ ഷഹീദിന്റെ പ്രതിഫലം ലഭിക്കും. അല്ലാഹു തആല അത്തരം ആളുകൾക്ക് ഷഹീദിന്റെ പ്രതിഫലം പ്രദാനം ചെയ്യുമാറാകട്ടെ. ഒരു മഹാദുരന്തത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു നിൽക്കുന്നവരെ മരച്ചറിഞ്ഞ് സഹായിക്കുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ബാധ്യതയാണ്. നാം ഓരോരുത്തരും ദുരന്തബാധിതരെ സാധ്യമാകുന്നത്ര സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും സഹായിക്കണമെന്നാണ് എന്നോടുണർത്താനുള്ളത്, നിങ്ങളോട് ഓരോരുത്തരോടും ഉണർത്താനുള്ളത്. ഹിജ്റ കഴിഞ്ഞ് ഹിജ്റയിലൂടെ മുഹാജിറുകൾ മക്ക രാജ്യത്തു നിന്നും മദീനയിലേക്ക് എത്തിച്ചേരുമ്പോൾ ആ മദീനയിലേക്ക് കടന്നു വരുന്നത് വെറും കൈയാണ്, ഒന്നുമില്ല. ഇങ്ങനെ വെറും കയ്യോട് നിൽക്കുന്ന ആയിരക്കണക്കിന് ആളുകളെ നമ്മുടെ മുന്നിൽ പരീക്ഷണമായി ഇട്ടു തന്നിരിക്കുകയാണ്. അത് കൃത്യമായി നമ്മൾ ആലോചിക്കണം. തങ്ങളുടെ വിഷമതകൾ മാറ്റിവെച്ച് മദീനയിലേക്ക് വന്നവരെ ആത്മാർത്ഥമായി സ്നേഹിച്ച അൻസാരികളുടെ മനസ്സിലേക്ക് നമ്മൾ മാറണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. സഹജീവികളോട് കരുണ കാണിച്ചാൽ മാത്രമേ റബ്ബ് നമ്മോട് കാരുണ്യം കാണിക്കുകയുള്ളൂ എന്ന് നമ്മൾ ചിന്തിക്കണം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, റഹീമൂന യർഹമുഹുർ റഹ്മാൻ. പരമകാരുണ്യകൻ കരുണ കാണിക്കണമെങ്കിൽ നിങ്ങൾ കാരുണ്യമുള്ളവരായിരിക്കണം. റഹമൂ മൻ ഫിൽ അർദ്, നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കണം. വയർഹംകും മൻ ഫിസ് സമാ, ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും. സഹജീവികളെ സഹായിക്കാൻ മനസ്സ് കാണിക്കുന്നിടത്തോളം കാലം റബ്ബിന്റെ സഹായം നമുക്കുണ്ടായിരിക്കുമെന്ന് നമ്മൾ ആലോചിക്കണം, ചിന്തിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മൻ നഫ്വസാൻ മുഅ്മിനിൻ ഖുർബതൻ മിൻ ഖുറബിദ് ദുനിയ, ഈ ദുനിയാവിലെ ഒരു പ്രയാസത്തിന് ഒരു ആൾക്ക് നമ്മൾ ആശ്വാസം നൽകിയാൽ, നാളെ പരലോകത്ത് നമ്മുടെ ഒരു പ്രയാസത്തിന് അല്ലാഹു തആല ആശ്വാസം നൽകും. ഇവിടെ ദുനിയാവിലെ ഒരു ചെറിയ പ്രശ്നം തീർക്കാൻ ഇടപെട്ടാൽ
നാളെ പരലോകത്ത് നമുക്ക് വലിയ പ്രശ്നമുണ്ടാകുമ്പോൾ ആശ്വാസം നൽകും അല്ലാഹു തആല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവൻ എളുപ്പം നൽകിയാൽ ഈ ദുനിയാവിലും ആഖിറത്തിലും അവൻ എളുപ്പം നൽകും. ബുദ്ധിമുട്ടിലും പരീക്ഷണത്തിലും ജീവിക്കുന്ന രോഗികളുണ്ടോ, ദുർബലരുണ്ടോ, കടക്കെണിയിൽപ്പെട്ടവരുണ്ടോ? ഇപ്പോൾ നല്ല ഒരു അവസരമാണ്. ഈ ആശ്വസിപ്പിക്കേണ്ടവരെ ആശ്വസിപ്പിക്കുവാനും എളുപ്പം നൽകേണ്ടവർക്ക് എളുപ്പം നൽകാനും നമ്മുടെ മുന്നിലേക്ക് ഇട്ടു തന്ന ഈ പരീക്ഷണം, ആ പരീക്ഷണത്തെ ശരിക്കുപയോഗിച്ചാൽ നമ്മുടെ ജീവിതത്തിലും അല്ലാഹു തആല ഈ ലോകത്തും പരലോകത്തും എളുപ്പം തരും. വമൻ സതറ മുസ്ലിമൻ സതറഹുല്ലാഹു ഫിദ്ദുനിയ വൽ ആഖിറ. ഈ ദുനിയാവിൽ ഒരു മുസ്ലിമിന്റെ രഹസ്യം ചോരാതെ സൂക്ഷിച്ചാൽ അല്ലാഹു തആല ഈ ദുനിയാവിലും പരലോകത്തും നമ്മുടെ രഹസ്യം ചോരാതെ സൂക്ഷിക്കും. വല്ലാഹു ഫീ ഔനിൽ അബ്ദ് വല്ലാഹു ഫീ ഔനിൽ അബ്ദ്. ഒരടിമയുടെ കാര്യത്തിൽ ഒരാൾ ഇടപെടുമ്പോൾ തന്റെ സഹോദരന്റെ കാര്യത്തിൽ ഒരാൾ സഹായത്തിന് മുതിരുമ്പോൾ അല്ലാഹു തആല ആ നിമിഷം അത്രയും അവനെ സഹായിക്കും. അല്ലാഹു തആല അവൻ അതിന് പുറപ്പെട്ടത് മുതൽ തിരിച്ചു വരുന്നത് വരെ അല്ലാഹു തആല അവന്റെ കാര്യത്തിൽ സഹായിച്ചു കൊണ്ടിരിക്കും. നമ്മെപ്പോലെ രാത്രി കിടന്നുറങ്ങിയവരാണ് ദുരന്തത്തിന് ഇരയായവർ. കിടക്കുമ്പോൾ അവരൊന്നും ഈ ദുരന്തം പ്രതീക്ഷിച്ചിട്ടില്ല. നാളെ ഉറങ്ങി എഴുന്നേൽക്കണമെന്നും പലതും ചെയ്യണമെന്നും ചിന്തിച്ച് കിടന്നവർ, സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും മനസ്സിൽ കൂട്ടിവെച്ചവർ എല്ലാം ബാക്കി വെച്ചുകൊണ്ട് അവർ യാത്രയായി കഴിഞ്ഞു. പ്രിയമുള്ളവരെ, മരണം അങ്ങനെയാണ്. ഏത് സമയത്തും അതിനെ പ്രതീക്ഷിക്കണം. ഏതു നിമിഷവും കടന്നു വരും. മരണത്തെ അതിവിദൂരമായി കാണേണ്ട ഒന്നല്ല മരണം. നമ്മുടെ കണ്ടനാടിയേക്കാൾ അടുത്തു മരണമുണ്ട്. ചെരുപ്പിന്റെ വാറിനേക്കാൾ അടുത്തു മരണമുണ്ട്. ഏതു സമയത്താണ് വരിക എന്നറിയില്ല. വമാ തദ്രി നഫ്സും മാദാ തസ്തക്സിബു ഗദാൻ വമാ തദ്രി നഫ്സും ബിഅയ്യി അർദിൻ തമൂത് ഇന്നല്ലാഹ അലീമുൻ ഖബീർ. നാളെ താൻ എന്താണ് പ്രവർത്തിക്കുക എന്നത് ഒരാൾക്കും അറിയുകയില്ല. താൻ ഏത് നാട്ടിൽ വെച്ചാണ് മരിക്കുകയെന്നും ഒരാൾക്കും അറിയുകയില്ല. എല്ലാം സൂക്ഷ്മമായി അറിയുന്നവനും മുഴുവൻ അറിയുന്നവനും അല്ലാഹു മാത്രമാണ്. യാ അയ്യുഹല്ലദീന ആമനൂ, ഹേ സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. നാളെ പരലോകത്തേക്ക് എന്ത് കൂട്ടിവെച്ചിട്ടുണ്ട്, ഒരുക്കി വെച്ചിട്ടുണ്ട് എന്ന് ചിന്തിക്കണം. നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. നിങ്ങൾ പ്രവർത്തിക്കുന്നത് മുഴുവൻ അല്ലാഹു തആല കൃത്യമായി അറിയുന്നവനാണ്. ഈ ഒരു ബോധത്തോടുകൂടി ജീവിക്കാൻ നമുക്ക് സാധിക്കണം. ഏതു സമയത്തും ദുരന്തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്ന് നമ്മളെയും ഒപ്പിയെടുക്കുമെന്ന കൃത്യമായ ധാരണ നമുക്കുണ്ടെങ്കിൽ സൂക്ഷ്മതയോടുകൂടി ജീവിക്കാനും പരലോകത്തിലേക്കും ഖബറിലേക്കും ധാരാളമായി സമ്പാദിക്കാനും നമുക്ക് സാധിക്കും. അങ്ങനെ തഖ്വയോടുകൂടി ജീവിക്കുന്ന സത്യവിശ്വാസികളിൽ അല്ലാഹു തആല എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി റബ്ബിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നോടും തുടർന്ന് നിങ്ങളോട് ഉപദേശിക്കുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഇത്തരം ദുരന്തങ്ങളൊക്കെ നമ്മോട് നേരിട്ട് സംസാരിക്കുന്നുണ്ട്. പല പ്രകൃതി ദുരന്തങ്ങളുടെയും വേരുകൾ തേടിപ്പോയാൽ മനുഷ്യരുടെ പ്രവർത്തനങ്ങളിൽ അതിലൊരു കാരണമാണെന്ന് പ്രമാണം കൊണ്ട് തെളിയിക്കാൻ പറ്റും. നമ്മുടെ പ്രകൃതിയെ നാം നശിപ്പിക്കരുത്. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് ഭൂമി കുലുക്കമുണ്ടായി. അദ്ദേഹം പറഞ്ഞ ഒരു വാചകമുണ്ട്: യാ അയ്യുഹന്നാസ് മാ കാന ഹാദിഹി സൽസലതു ഇല്ലാ അൻ ശൈഇൻ അഹദത്തുമുഹു വല്ലദി നഫ്സി ബിയദിഹി ലൈൻ ആദത് ലാ അസാകിനുകും ഫീഹി അബദൻ. ഓ ജനങ്ങളെ, നിങ്ങൾ പുതുതായി ചെയ്ത എന്തോ ഒരു തിന്മയാണ് അതിന് കാരണം. നിങ്ങൾ പുതുതായി ചെയ്ത എന്തോ ഒരു തിന്മയാണ് അതിന് കാരണം. അല്ലാഹു തന്നെയാണ് സത്യം. ഈ കുലുക്കം ഇനിയും മടങ്ങി വന്നാൽ നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ഒരിക്കലും വാസമുണ്ടാവുകയില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്.
أفلا يرون أنهم يفتنون في كل عام مرة أو مرتين ثم لا يتوبون ولا هم يذكرون. ഖുർആൻ തൗബ സൂറത്തിലെ 126-ാമത്തെ ആയത്തിൽ പറയുകയാണ്, അവർ ഓരോ കൊല്ലവും ഒന്നോ രണ്ടോ തവണ പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് അവർ കാണുന്നില്ലേ? എല്ലാ വർഷവും പരീക്ഷിക്കപ്പെടുന്നു, എല്ലാ വർഷവും പരീക്ഷിക്കപ്പെടുന്നു. ഖുർആനാണ് പറയുന്നത്. നടക്കുന്നില്ലേ? നമ്മുടെ നാട്ടിൽ ഉണ്ടല്ലോ. എന്നിട്ടും അവർ ഖേദിച്ചു മടങ്ങുന്നില്ല, തൗബ ചെയ്യുന്നില്ല, അവർ ചിന്തിച്ചു മനസ്സിലാക്കുന്നില്ല. എത്ര ആപ്റ്റായ ഒരു വാക്യമാണ്, എത്ര യോജിച്ച ഒരു വാക്യമാണ്. നമ്മോടാണ് പറയുന്നത്. ഖേദിച്ചു മടങ്ങിയോ? ഇങ്ങനെ കാണുമ്പോൾ ചിന്തിച്ചു മനസ്സിലാക്കിയോ എന്ന് ഖുർആൻ പച്ചക്ക് ചോദിക്കുകയാണ് നമ്മളോട്. അവലാ യറൗന അന്നഹും യുഫ്തനൂന ഫീ കുല്ലി ആമിൻ മർറതൻ ഔ മർറതൈൻ. ഒരു പ്രാവശ്യമോ രണ്ട് പ്രാവശ്യമോ ഇങ്ങനെ ദുരന്തം വന്നുകൊണ്ടിരിക്കുന്നു. സുമ്മ ലാ യതൂബൂൻ. അവർ തൗബ ചെയ്യുന്നില്ല, മടങ്ങി ഖേദിച്ചു മടങ്ങുന്നില്ല. വലാഹും യദ്ദക്കറൂൻ. അതേപോലെ ചിന്തിച്ചു മനസ്സിലാക്കുന്നില്ല. ദുരന്തങ്ങൾ നമ്മളെ ഭയപ്പെടുത്താറുണ്ട്. എന്നാൽ പരീക്ഷണങ്ങൾ നീങ്ങിയാൽ അല്ലാഹുവിനെ മറക്കും. മുമ്പ് കഴിഞ്ഞ പ്രളയങ്ങളും ഉരുൾപൊട്ടലുകളുമൊക്കെ നമുക്കെത്ര വലിയ പാഠങ്ങളാണ് തന്നത്. അത് കഴിഞ്ഞ് ഈ ഉരുൾപൊട്ടൽ വരുന്നതിൻ്റെ ഇടയിൽ അതിനെക്കുറിച്ച് ചിന്തിച്ച് ബേജാറായി പ്രയാസപ്പെട്ട് ഇങ്ങനെ ഖേദിച്ചു മടങ്ങാനോ ചിന്തിച്ചു മനസ്സിലാക്കാനോ നമുക്ക് സമയം കിട്ടിയിട്ടുണ്ടോ? നമ്മൾ ആലോചിക്കണം. പഴയ ജീവിതത്തിലേക്ക് നമ്മൾ തിരിച്ചു പോകും. സൂക്ഷ്മത പാലിച്ച് മുന്നോട്ട് പോകണം. പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും നാം പാഠം ഉൾക്കൊള്ളണം. അള്ളാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങണം. ദുരിതത്തിൽപ്പെട്ടവരുടെ നന്മയ്ക്ക് വേണ്ടി നമ്മളാലാവുന്നത് മുഴുവൻ ചെയ്യണം. ഇവിടെ ഈ ഒരു വയനാട്ടിലെ ഫണ്ട് കളക്ഷന് വേണ്ടി ഇവിടെ QR കോഡ് ഒട്ടിച്ചിട്ടുണ്ട്. അതിൽ നിങ്ങളെല്ലാവരും വേണ്ട രൂപത്തിൽ സഹായിക്കണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഇനി ക്യാഷ് ഉണ്ടെങ്കിൽ ഇവിടെ കമ്മിറ്റിയെ ഏൽപ്പിച്ചാൽ അത് കൃത്യമായ സ്ഥലത്തെത്തുന്ന ഉത്തരവാദിത്വത്തോടുകൂടി എത്തിക്കാൻ സാധിക്കും. എല്ലാവരും സഹകരിക്കണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഇത്തരം വലിയ ദുരന്തങ്ങളിൽ നിന്നും അല്ലാഹു തആല നമ്മൾ ഓരോരുത്തരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അവിടെ മരണപ്പെട്ടു പോയ എല്ലാ മുഅ്മിനീങ്ങൾക്കും അല്ലാഹു ശുഹദാഇന്റെ പദവി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ ഈ പരീക്ഷണങ്ങൾ കണ്ടറിഞ്ഞ് മനസ്സുമാറി കൂടുതൽ തഖ്വയോടുകൂടി ജീവിച്ച സത്യവിശ്വാസികളിൽ അല്ലാഹു തആല നമ്മളെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മിൽ നിന്നും മരിച്ചുപോയ ആളുകൾ അവിടെ ഖബർ വിശാലമാക്കി അവരെയും നമ്മളെയും അവരെ ജന്നാത്തുൽ ഫിർദൗസിൽ അലയിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമുക്കും നമ്മുടെ മാതാപിതാക്കൾക്കും മക്കൾക്കും അല്ലാഹു തആല പുറത്തു തരുമാറാകട്ടെ. നമ്മുടെ എല്ലാവരെയും അവരെ ജന്നാത്തുൽ ഫിർദൗസിൽ അലയിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. രോഗം കൊണ്ടും ബുദ്ധിമുട്ട് കൊണ്ടും പ്രയാസം കൊണ്ടും പ്രയാസം അനുഭവിച്ച് അങ്ങേയറ്റത്തെ ദുരിതത്തിൽ ജീവിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അവരനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങൾക്കും അല്ലാഹു തആല അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യുമാറാകട്ടെ. രോഗികൾക്ക് എല്ലാവർക്കും അല്ലാഹു തആല ശിഫാഉൻ ആജിൽ പ്രദാനം ചെയ്യുമാറാകട്ടെ. കടം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഹലാലായ മാർഗത്തിലൂടെ കടം വീട്ടാനുള്ള നല്ല തൗഫീഖിനെ അല്ലാഹു തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം واغفر لنا يا غافر المذنبين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار والحمد لله رب العالمين. اللهم صل على محمد.